സാറേ കഥ ഇതുവരെ എങ്ങനെ ഓക്കെ ഉണ്ട്, കഥ ഇതുവരെ ഓക്കെയാണ്. ആ അച്ഛനും മകനും തമ്മിലുള്ള സെന്റിമെന്റ്സ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. വൈസാൻ സാർ ഉണ്ടാക്കിയതാ? വൈസാൻ സാർ ഉണ്ടാക്കും. ബാക്കി കൂടെ നീ പറഞ്ഞു കൊടുക്ക, എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. സാറേ ഇതുപോലെ കഷ്ടപ്പെട്ട ഒരു അപ്പം വളർത്തിയ മകൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. സണ്ണി എന്നാ പേര്. ഈ സണ്ണിയുടെ കുടുംബം എന്ന് പറഞ്ഞ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഇങ്ങനെ വലിച്ചു നീട്ടരുന്ന്, ഒന്ന് ചുരുക്കി പറ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. പറയാം. സണ്ണി കോളേജിൽ ചേർന്നു. അവിടെ വെച്ച് അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെങ്കൊച്ചി കടന്നു വന്നാൽ ആനി എന്നാ പേര്. നമ്മുടെ കഥയിലെ മകനെ നമുക്ക് ഇതുപോലെ ആക്കാന്നേ. ആനി എന്ന് പറയുന്നത് ഒരു കോടീശ്വര പുത്രിയായിരുന്നു. ഒരു കോടീശ്വര പുത്രിയെ കണ്ട് മയങ്ങിയത് കൊണ്ടായിരിക്കണം ഇപ്പോ സണ്ണിക്ക് അപ്പച്ചനെ വേണ്ടാതായി. ഉച്ചപ്പട്ടണി കിടന്ന് അപ്പം വളർത്തിയ മകൻ അപ്പനെതിരെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോ അത് കാണുന്ന പ്രഷർക്ക് ഫീൽ ചെയ്യല്ലേ? സിനിമ കാണുന്ന അപ്പനും മക്കൾക്കും ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവട്ടെ. ഹാസ്യം മാത്രം ഉണ്ടായ പോരല്ലോ, കണ്ണീരും ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നീ കഥ പറയൂ, എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. വൈശാഖ, ഈ ഉദാഹരണവും ജീവിതവും ഒക്കെയാണ് ഇവനെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നത്. ഇവന്റെ ക്ലാസ് റൂമും പാഠപുസ്തകവും ഒക്കെ പുഴയും മലയുമൊക്കെയാ, അല്ലടാ? അത് ശരിയാ കേട്ടോ. എന്റെ വൈശാഖ, നീ ഇവനോടൊപ്പം ഇവന്റെ നാട്ടിലേക്കൊക്കെ ഒന്ന് ചെല്ല്. AC കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രകൃതിയും മണ്ണും മനുഷ്യരുമായിട്ടൊക്കെ ഒന്ന് ഇടപെട. പ്രിയ, രക്ഷയില്ല. പ്രേമം മുതൽ ഒന്നുകൂടെ പറയൂ പ്ലീസ്. കഥയിലെ മകനും പെങ്കൊച്ചും തമ്മില് അങ്ങ് പ്രണയത്തിലാവുക. എന്താ ടേസ്റ്റ്, എന്ത് ഫുഡാ ഇത്? സാറേ ഇതിന്റെ പേരാ കാച്ചില്. സാറിന്റെ വീടിന്റെ മുന്നേ കുറെ കൂട്ടിയിട്ടുണ്ടല്ലോ, അത് തന്നെ സാധനം. മൈ ഗോഡ്, ആ സാധനം എനിക്ക് മനസ്സിലായില്ല. അമ്മ ഇത് കുറെ ഉണ്ടെന്നേ, വീട്ടിൽ കൂട്ടിട്ട് നോക്കാൻ എവിടെന്നാ നേരം. അപ്പൊ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ? അച്ഛന് കുടുംബപരമായി കിട്ടിയ ഭൂമിയാ. സിറ്റിയിലാണെങ്കിലും അച്ഛൻ ഒരു കൃഷിക്കാരനെ പോലെ ജീവിച്ചത്. ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയായിപ്പോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ജോലി എനിക്കിപ്പോ കിട്ടിയത്. അപ്പോ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം എവിടെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവനെ കൊണ്ട് നമുക്കൊന്ന് പെണ്ണ് കെട്ടിക്കണം. അതൊന്നും അമ്മ വിഷമിക്കണ്ട, അതൊക്കെ അവൻ കണ്ടുവെച്ചിട്ടുണ്ട്. എന്നാ പറയാൻ കാണിച്ചേ, ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു. അമ്മ ഇത് എന്നാ പറയണ്ടേ, അതൊരു പാവം പിടിച്ച കൊച്ചാന്നേ. ഒറ്റപ്പാലത്താ വീട്. ഞാൻ താമസിക്കുന്ന ലോഡ്ജില്ലയോ, അതിന്റെ നേരെ മുന്നിലൊരു യമണ്ടം വീടുണ്ട്. അവിടെ ജോലിക്ക് നിൽക്കുന്ന കൊച്ചാ. അതിന് സ്വന്തക്കാരെന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല. അത് അമ്മ തന്നെ വേണമെന്ന് ചെന്ന് സംസാരിക്കാം. അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ വിടുന്നില്ല, ഞാനും കൂടെ പോകുന്നുണ്ട്. എന്നാ പിന്നെ വൈകിക്കണ്ട, നാളെ തന്നെ നമുക്ക് പോയി. നാളെ നടക്കുക. അച്ഛൻ സാറിന് കഥ പറഞ്ഞു കേൾപ്പിക്കണ്ട. സാർ ഇന്ന് തന്നെ ഇരുന്ന് ആ മുഴുവൻ കഥ ഉണ്ടാക്കണം. പിന്നെ ഉണ്ടാക്കണം. സാറേ, അച്ഛനെ മനസ്സിലാക്കുന്ന മകനില്ല, നമുക്ക് കഥ അങ്ങ് അവസാനിപ്പിക്കാം. ബന്ധത്തിന്റെ ഒരു ശക്തി സിനിമ കാണുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. സിനിമ കണ്ണിന് മാത്രം കിട്ടിയാ പോരല്ലോ, മനസ്സൊന്ന് തെളിയുണ്ടായോ? സാറേ, ഈ ടൗണിലൊക്കെ ചില പൂക്കളുണ്ട്, എന്നാ എന്റെ പേര്, ഓർക്കിഡ്. ഭയങ്കര രസം അതിനെ കാണാനൊക്കെ. പക്ഷെ എന്നാ മണം പോരാ. ആണ്ടെ അവിടെ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയാ കാണാൻ. അതുപോലെ തന്നെ വാസന. സാറിന് പോകുന്നതിന് മുമ്പ് കാണിച്ചു തരാം കേട്ടോ. സാറേ സാറേ എന്നാ ആലോചിക്കുന്നേ? ഇതെന്നാ? ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഈ പറഞ്ഞ കഥ നിന്റെ തന്നെ കഥയല്ലേ? എന്ന് വെച്ചാ നിന്റെ ജീവിതം, നിന്റെ അനുഭവം. തർക്കിക്കണ്ട. സിനിമയിലെ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ വാസ്തവത്തിൽ നിന്റെ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളല്ലേ? അമ്മയുടെ സ്ഥാനത്ത് നീ അച്ഛനെ കൊണ്ടുവന്നു. പിന്നെ നിന്റെ ആഗ്രഹങ്ങൾ, അറിവുകൾ, പിന്നെ നിന്റെ ഭാവനയും, അതൊക്കെ ചേർന്നല്ലേ കഥ. അല്ല അത് സാറേ, ഇനി എന്നെ നീ സാറേന്ന് വിളിക്കണ്ട, ഏട്ടാന്ന് വിളിച്ചാൽ മതി. ഈ പടം നമ്മൾ ചെയ്യുന്നു.
അച്ഛനുള്ള കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. കടപ്പാടൊന്നും വേണ്ടായേ, എല്ലാവരും കൂടെ എന്റെ കടപ്പാടം വിപ്പിക്കാതിരുന്നാ മതി. വിജയമല്ല, വീഴ്ചയാണ് സിനിമയിൽ ആഘോഷം, അത് മറക്കരുത്. ഈ പടം വൈശാഖൻ ചേട്ടൻ വിജയിപ്പിക്കും, എനിക്ക് ഉറപ്പുണ്ട് സാറേ. അപ്പൊ അച്ഛായ പടത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ നടത്തിക്കൂടെ? ഒരാഴ്ചയോടെ വെയിറ്റ് ചെയ്യും, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. ഓ ശരി 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 സാറേ. പ്രിയൻ, ഒരു നിമിഷം. ശരി. എന്നാ സാറേ? ഈ പോക്കത്ര ശരിയല്ല. എന്നാ സാറേ? ഈ കഥ നിനക്ക് തന്നെ സംവിധാനം ചെയ്തൂടെ? എനിക്ക് എന്നാ സാറേ? പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല. കഥ, തിരക്കഥ, സംവിധാനം പ്രിയൻ. കഥയുടെ ക്രെഡിറ്റ് മുഴുവൻ നീ വൈശാഖിന് നൽകിയെങ്കിലും എനിക്കറിയാം മജ്ജയും മാംസവും കൊടുത്ത് ഇതിനെ ജീവനുള്ള കഥയാക്കിയത് നീയാണെന്ന്. നിന്റെ മനസ്സിൽ ഭാവനയുണ്ട്, അനുഭവമുണ്ട്. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ കാര്യങ്ങളിൽ അറിവ് കുറവായിരിക്കാം. കട്ട്, ഷോട്ട്, എഡിറ്റിംഗ്, അതിന് നല്ലൊരു അസോസിയേറ്റിനെ ഞാൻ തരാം. എന്താ പ്രിയ, സിനിമയിൽ വ്യക്തികളില്ല, പ്രോജക്റ്റാണ് പ്രധാനം. നല്ല പ്രോജക്റ്റുകൾ നടപ്പിൽ വന്നാലേ സിനിമ നിലനിൽക്കൂ, അത് മനസ്സിലാക്കുക. നീ പടം ചെയ്യണം. വൈശാഖനെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. പോവാം. അച്ഛൻ എന്തിനു വിളിപ്പിച്ചേ? അതൊന്നുമില്ല, വാ പോവാം. പ്രിയൻ നല്ലവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അതൊക്കെ ശരി. പക്ഷേ അവനിപ്പോ ഒരു സിനിമാക്കാരനാ. സിനിമയിൽ പ്രൊഡ്യൂസറെ പിടിക്കുന്നത് തല ഉപയോഗിച്ചിട്ടല്ല, നാവ് കൊണ്ടാ. സാറിന്റെ കഥ സുന്ദരമായി അവ അവതരിപ്പിച്ചത് കണ്ടോ? അവ സാറിനെ അട്ടിമറിക്കും. അതിന്റെ രഹസ്യ ചർച്ചകളായിരിക്കും അകത്ത് നടന്നത്. അച്ചായനെ കണ്ടിട്ട് പുറത്തു വന്നപ്പോ അവന്റെ മുഖത്തൊരു കള്ളലക്ഷണം കണ്ടില്ലേ? സാർ എഴുതി വെച്ചോ, ഈ പ്രോജക്റ്റ് അവൻ തന്നെ സംവിധാനം ചെയ്യും, അവൻ തന്നെ നായകനാവും, നായിക അവന്റെ പെണ്ണും.